നിതിൻ രാജിന്റെ മരണത്തിൽ അന്വേഷണത്തിനായി ക്രൈംബ്രാഞ്ച് സംഘം തിരുവനന്തപുരത്ത്. നിതിന്റെ കുടുംബാംഗങ്ങളുടെ മൊഴിയെടുക്കും. ഹൈക്കോടതി ഇടപെടലിന് പിന്നാലെ നിയോഗിച്ച പുതിയ സംഘമാണ് എത്തുന്നത്. വിവരങ്ങളുമായി ശ്യാമപ്രസാദ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട്. ശ്യാമ, ഹൈക്കോടതിയുടെ രൂക്ഷമായ വിമർശനമൊക്കെ ഒരു ഘട്ടത്തിൽ കേട്ടു. അതിനുശേഷം പിന്നീട് പുതിയ സംഘത്തെ നിയോഗിച്ചു. ഇപ്പോൾ കുടുംബാംഗങ്ങളുടെ മൊഴിയെടുക്കുന്നു. മറ്റ് നടപടിക്രമങ്ങൾ എന്തെല്ലാമാണ് ഈ ദിവസം പ്രതീക്ഷിക്കേണ്ടത്? ശ്യാമ, നിതിൻ രാജിന്റെ മരണത്തിൽ അന്വേഷണത്തിനായി പുതിയ ക്രൈംബ്രാഞ്ച് സംഘം ഇപ്പോൾ തലസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. നിതിന്റെ കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ സംഘം എത്തിയിരിക്കുന്നത്. ശ്യാമ, ഹൈക്കോടതിയുടെ രൂക്ഷമായ വിമർശനം കേട്ടതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു പുതിയ സംഘം നിയോഗിക്കപ്പെടുന്നതും അവരിപ്പോൾ കുടുംബാംഗങ്ങളുടെ മൊഴിയെടുക്കാനും എത്തുന്നത്. എന്തൊക്കെ തുടർ നടപടികളാണ് ഈ ദിവസം പ്രതീക്ഷിക്കേണ്ടത്? പ്രജിത്ത്, കണ്ണൂർ അഞ്ചരക്കണ്ടിയിലെ ഡെന്റൽ കോളേജിൽ മരിച്ച വിദ്യാർത്ഥി നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തുള്ള കുടുംബാംഗങ്ങളിൽ നിന്ന് ക്രൈംബ്രാഞ്ച് സംഘം മൊഴിയെടുക്കും. അതിനായി ക്രൈംബ്രാഞ്ച് സംഘം തിരുവനന്തപുരത്തേക്ക് എത്തിയിട്ടുണ്ട്. രാവിലെയോടുകൂടി തന്നെ കുടുംബാംഗങ്ങളുടെ മൊഴിയെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കുടുംബാംഗങ്ങളെ കഴിഞ്ഞ ദിവസം തന്നെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. മൊഴിയെടുക്കാനായി എത്തുന്ന ദിവസവും അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് ക്രൈംബ്രാഞ്ച് സംഘം കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുന്നത്. രാവിലെയോടുകൂടി തന്നെ നെടുമങ്ങാട് വീട്ടിൽ നിതിൻ രാജിനെ നെടുമങ്ങാട് വീട്ടിലെത്തി അന്വേഷണ ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥരടക്കമുള്ള സംഘം നിതിൻ രാജിൻ്റെ കുടുംബത്തെ നേരിൽ കണ്ട ഇവരിൽ നിന്ന് മൊഴിയെടുക്കും. അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരിയുടെയും അടക്കം മൊഴിയാണ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്. ഒപ്പം പ്രധാനമായും ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഹൈക്കോടതി ഇടപെടലിന് പിന്നാലെയാണ് പുതുതായി നിയോഗിച്ച ക്രൈംബ്രാഞ്ച് സംഘമാണ് ഈ അന്വേഷണത്തിൻ്റെ ചുമതല വഹിക്കുന്നത്. ആ അന്വേഷണ സംഘമാണ് ഇപ്പോൾ നിതിൻ രാജിൻ്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ ക്രൈംബ്രാഞ്ച് സംഘത്തിനെതിരെ രൂക്ഷമായ പഴയ ക്രൈംബ്രാഞ്ച് സംഘത്തിനെതിരെ ഉദ്യോഗസ്ഥർക്കെതിരെ രൂക്ഷമായ വിമർശനമായിരുന്നു ഹൈക്കോടതി ഉന്നയിച്ചിരുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഉദ്യോഗസ്ഥരെല്ലാം സ്ഥലം മാറ്റിക്കൊണ്ട് പുതിയ ക്രൈംബ്രാഞ്ച് സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. ആ ക്രൈംബ്രാഞ്ച് സംഘമാണ് ഇപ്പോൾ നിതിൻ രാജിൻ്റെ തിരുവനന്തപുരത്തെ വീട്ടിലെത്തി ഇന്ന് രാവിലെയോടെ മൊഴിയെടുക്കൽ നടപടികൾ നടത്താനൊരുങ്ങുന്നത്. ഓക്കെ, ശ്യാമാണ് തിരുവനന്തപുരത്ത് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.